ട്രംപിൻ്റെ ഒരു പെരുമാറ്റം വിചിത്രമാണ് എല്ലായ്പ്പോഴും. രാഷ്ട്ര നേതാക്കന്മാരോട് പോലും ഒരു മര്യാദയില്ലാതെ പെരുമാറുന്ന രീതി ട്രംപിനുണ്ട്. നമ്മൾ പല ആവർത്തി കണ്ടതാണ്. ഇവിടെ അത് ഇന്ത്യയോടും സമാനമായ സ്വഭാവത്തിലുള്ള ഒരു പെരുമാറ്റത്തിന് ട്രംപ് മുതിർന്നു എന്നതാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പം ഈ ഭക്തന്മാരെന്തൊക്കെ പറഞ്ഞാലും ആത്യന്തികമായി ഇന്ത്യയോട് ഒട്ടും ശീതയുദ്ധകാലത്തൊന്നും ഒരു താല്പര്യവും ഇല്ലാതിരുന്ന രാജ്യമാണ് അമേരിക്ക. മാത്രമല്ല പാകിസ്ഥാൻ്റെ ഉറ്റ ചങ്ങാതിമാരുമായിരുന്നു. ട്രംപ് വന്നതിന് ശേഷം അതിൻ്റെ സമീപനത്തിലൊരു മാറ്റം വരുന്നു. ട്രംപ് കഴിഞ്ഞ ആദ്യത്തെ ടൈമിൽ ട്രംപും മോദിയും തമ്മിൽ ഒരു ഐക്യത്തിൻ്റെ സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. പാകിസ്ഥാനെ അത്ര അടുപ്പിക്കുന്നില്ല. അന്നത്തെ ലോക സാഹചര്യം മാറി വീണ്ടും. ഇപ്പോൾ ഗാസയിൽ ഇസ്രയേലിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. ഇറാനുമായുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു ഇസ്രയേലിന്. അവിടെ അമേരിക്ക ഇടപെടേണ്ടി വരുന്നു. അവിടെ പാകിസ്ഥാൻ തന്നെയാണ് അമേരിക്കയ്ക്ക് ആദ്യം ആവശ്യമുള്ള സുഹൃത്ത്. ആ നിലയ്ക്ക് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അസീം മുനീറിനെ വിളിപ്പിച്ചിട്ടുണ്ടാവുക. അതെന്തുമാവട്ടെ, പക്ഷേ അവിടേക്ക് ഏതാണ്ട് കാനഡ വരെ വന്നതല്ലേ, എന്നാൽ പിന്നെ വാഷിംഗ്ടണിൽ വന്നിട്ടൊരു ചായ കുടിച്ചിട്ട് എന്ന മട്ടിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചത് എത്ര വലിയ അപമാനമാണ്. നിശ്ചയമായിട്ടും. എനിക്ക് പക്ഷേ ഇതിനകത്തുള്ള നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിശക്തമായിട്ട് പ്രതികരിക്കാത്തത് എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. രാജ്യത്തോട് സ്നേഹമുള്ള ഏതൊരാൾക്കും ഡൊണാൾഡ് ട്രംപിനോട് ഏറ്റവും കൂടുതൽ രോഷം തോന്നുന്നൊരു കാലമാണ് ഇതെന്തുകൊണ്ടെന്നാൽ അസീം മുനീർ എന്ന് വെച്ചാൽ ഈ സമീപകാലത്തൊന്നും ഇന്ത്യയെ ഇങ്ങനെ അപമാനിക്കുകയും ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത മറ്റൊരാളില്ല. അതായത് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി സ്ഥാനത്തിരുന്ന അദ്ദേഹം പുറത്തു പോയിട്ട് പ്രസംഗിച്ചു, ഇവിടുത്തെ ഹിന്ദുക്കൾ കുഴപ്പക്കാരാണ്, സവിശേഷമായിട്ടുള്ള സംസ്കാരം പാകിസ്ഥാനുണ്ട്, ഞങ്ങളുടെ കശ്മീർ ഞങ്ങൾക്ക് അത്രമേൽ ആവശ്യമാണെന്ന് പ്രസംഗിച്ചതിൻ്റെ ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഇവിടെ 26 ആളുകളെ അവിടുത്തെ തീവ്രവാദികൾ വന്ന് കൊന്നു. ഈ തീവ്രവാദികൾക്ക് ധൈര്യം കൊടുത്തത് അസീം മുനീറാണ് എന്ന് ജയശങ്കർ തന്നെയും പറഞ്ഞാണ് ഒരു ഫ്രഞ്ച് ടെലിവിഷന്. ആ അസീം മുനീർ എന്ന് വെച്ചാൽ നമ്മുടെ പൗരന്മാരുടെ കൊലപാതകങ്ങൾ കാരണമായ അസീം മുനീറിനെ വിളിച്ചിട്ട് ബിരുദൂട്ടിയ ട്രംപിനെതിരെ എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഒന്നും പറയുന്നില്ല? എന്താണ് ഏറ്റവും പ്രധാനം?